ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഗോവയിലെ സൗത്ത് ഗോവയിലെ ബെനോളിം വാർക്ക റോഡിൽ വരുന്ന സുഡിയോ ഷോപ്പിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് സുഡിയോ. 1000 റുപ്പീസിന് ബിലോ ആയിട്ട് എല്ലാ ഐറ്റംസും ആ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടും. നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പ്രാവശ്യം അവിടെ പോവാറുണ്ട്. കാരണം ഇന്നത്തെ ഈ ഒരു കാലത്ത് 1000 റുപ്പീസിന് ബിലോ ആയിട്ട് നമുക്ക് അത്രയും ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലേ. അപ്പൊ ഞങ്ങളിത് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിലാണ് നമ്മളുടെ സുഡിയോ ഷോപ്പ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്തോ ഒരു സ്റ്റാളൊക്കെ ഇട്ടിട്ട് കുറച്ച് ആൾക്കാരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഡ്രസ്സുകളും പിന്നെ കുറച്ച് ജ്വല്ലറീസും ഇങ്ങനെ പ്ലാന്റ്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് അവരവിടെ സെല് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ സുഡിയോയിൽ നിന്നൊക്കെ ഷോപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് അങ്ങനെ റീസണബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റിയാണ് ഡ്രസ്സ് എന്നൊക്കെ തോന്നാറുണ്ടോ? ഒന്ന് പറയണോ കേട്ടോ, കമന്റ് വഴി ഒന്ന് അറിയിക്കണേ. അപ്പോൾ വിന്റർ സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിന്റർ വിയേഴ്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ചിൽസോൺ ഹൂഡീസും അതേപോലെയുള്ള പല ടൈപ്പ് ഹൂഡീസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സുഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വെറൈറ്റി കളക്ഷൻസ് ജീൻസ് കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പോകുന്ന ആ ഒരു ഏരിയ അതാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് എനിക്ക് ഷോപ്പ് ചെയ്യാനായിരുന്നില്ല. അപ്പോൾ ഇന്ന് മെയിനായിട്ട് വന്നിരിക്കുന്നത് ജിത്തുവിന് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജിത്തുവിന് ഒരു മീറ്റിംഗ് ഉണ്ട്, പൂനെയിൽ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഫോർമൽസും പിന്നെ കുറച്ച് വീട്ടിലിടേണ്ടതുമാണ് നോക്കുന്നത്. ഫോർമൽസ് ഇവിടെ സ്റ്റുഡിയോയിൽ കളക്ഷൻസ് കുറവാണ്, എന്നാലും ഉണ്ടാവാറുണ്ട്. 2-3 ടൈപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ അധികം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ അധികം കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കടയിൽ തന്നെയാണ് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സും അല്ലാണ്ടുള്ള കുറച്ച് കാഷ്വൽ വെയേഴ്സും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നതാണ് നമ്മളുടെ കോസ്മെറ്റിക് സെക്ഷൻ. നമ്മൾ റീസണബിൾ 99 റുപ്പീസിനും 49-ഉം 69 റുപ്പീസിനൊക്കെ നല്ല ലിപ്സ്റ്റിക്കും ലിപ് ബാമും പിന്നെ ബ്ലഷും അങ്ങനെ അതൊക്കെ കിട്ടും. അത് പിന്നെ കുറേ ഇങ്ങനെ ഇതൊക്കെ ബാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതൊക്കെ നോക്കുകയാണ്. എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ്, പക്ഷെ ഒന്നും വാങ്ങിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഒന്നും വാങ്ങിയില്ല. പിന്നെ ലിപ്സ്റ്റിക് അതൊക്കെ ഞാൻ എപ്പോഴും മിന്ത്ര അങ്ങനെയുള്ള ഓൺലൈനിൽ നിന്നാണ് വാങ്ങിക്കാറ്. ജസ്റ്റ് നോക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അങ്ങനെ നോക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും വന്നാൽ നോക്കുന്നത് കിഡ്സ് ഏരിയ ആണ്. കാരണം അവിടുത്തെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്, വെറൈറ്റി ഡ്രസ്സൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻ ആണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ ഒരു 2-3 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെയൊക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പൊ ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് തന്നെ നല്ല ഹൂഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോ അതൊക്കെ നോക്കാണ്. എനിക്കുണ്ട് ഒരു കുഞ്ഞി വാവ, എൻ്റെ ചേച്ചിയുടെ ഇപ്പോൾ ന്യൂ ബോൺ ആയിട്ടുള്ള ഒരു ബേബി ഉണ്ട്. അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട്, ന്യൂ ബോൺ അല്ല, ഒരു വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവൾക്ക് ഇങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കാണ് ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. നല്ല ക്യൂട്ടാണല്ലേ എല്ലാം കാണാനായിട്ട്. കുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് എപ്പോഴും നല്ല ക്യൂട്ടായിരിക്കും. നല്ല കളേഴ്സിലും നല്ല വെറൈറ്റിയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിലും ഇതേപോലെ തന്നെ ആയിരിക്കും വെറൈറ്റീസും ഈ കാണുന്ന ഡ്രസ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ഉണ്ട് ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഡിയോ പ്ലാൻ ചെയ്യൂ കേട്ടോ. നല്ല കളക്ഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവിടെ സാൻഡൽസിനും പിന്നെ ഫുഡ് വെയർസിനുമായിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല ഒന്നും. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ ഉച്ച സമയമായപ്പോൾ ഫിഷ് താലി തന്നെ കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോംലി ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് മോംസ് റെസിപ്പി എന്ന് പറയുന്നത്. അവിടെ കയറി. അപ്പൊ അവിടെ നിറച്ച് തിരക്കായിരുന്നു. ഞങ്ങളോടൊപ്പം ഇരിക്കാൻ പറഞ്ഞു, അവിടെ വേറെ ആൾക്കാർ ഇരിക്കുന്നവരുടെ കൂടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി.
വേറെ ഒരു റിറ്റ്സ് ക്ലാസിക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വന്നു. നിങ്ങൾ ഫേമസ് ആയിട്ട് കേട്ടിട്ടുണ്ട്, ഗോവയിൽ ഉള്ളവർക്ക് അറിയാൻ പറ്റും, റിറ്റ്സ് ക്ലാസിക് ഒരു ഫേമസ് ആയിട്ടുള്ള പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കയറിയത്. കയറി വേറെ ഒന്നും വെറൈറ്റി ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫിഷ് താലി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരോ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ അവരുടെ ഫിഷ് താലിക്കൊക്കെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ടൈം കയറിയ ഫിഷ് താലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ഡിഷസ് ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോരോ റെസ്റ്റോറൻറ്റ് അനുസരിച്ചിട്ടിരിക്കും, വെറൈറ്റി ആയിരിക്കും. ജിത്തു അപ്പോൾ ഓർഡർ ചെയ്തത് പ്രോൺസ് താലിയാണ്, ചെമ്മീൻ്റെ. ജിത്തു കഴിക്കാൻ പോയതാ ഗൈസ്, ഞാൻ സമ്മതിച്ചില്ല. മാംഗോ പിക്കിൾ, ഇത് മറ്റേ ഷാർക്കിൻ്റെ സ്പെഷ്യൽ ഐറ്റം. ഇത് സ്വീറ്റായ ഫിഷ് കറി, ഇതാണ് വണ്ടി നഗര ശംഖ് ഓവൻ ഷാ. ഇത് വെജിറ്റബിൾ ബേസ്. അപ്പോൾ ഇവിടുത്തെ ഫിഷ് താലിയിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കിട്ടിയൊരു സാധനമാണ് സേമിയോ പായസം. പിന്നെ എന്തൊക്കെയായിരുന്നു, നമ്മുടെ ഷാർക്കില്ലേ, ഷാർക്കിന്റെ ഒരു കറി അല്ല, ഒരു അധികം ചാറൊന്നും ഇല്ലാത്ത ഒരു സംഭവം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ടൈപ്പ് ഫിഷ് കറി ഉണ്ടായിരുന്നു, പിന്നെ കക്ക, ഉണക്ക ചെമ്മീൻ, പിന്നെ ഒരു വെജിറ്റബിൾ, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫിഷ്, പിന്നെ എൻ്റെ ഫിഷ് കറി. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഫിഷ് താലിയിലെ താരങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ജിത്തുന് ഫോർമൽസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി അപ്പോൾ മാക്സ് അടുത്ത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് മാക്സ്. അപ്പോൾ അവിടെ വന്നതാണ് ഇവിടെ ഫോർമൽസ് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെയും ഫോർമൽസിൻ്റെ കളക്ഷൻസ് കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കയറി നോക്കി, എന്നിട്ട് എന്താ പറയുക, നമുക്കൊന്നും ഇഷ്ടമായില്ല. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ കടയിലേക്കാണ് ഞങ്ങൾ പോയത്. ആ ലോക്കൽ കടയിൽ തന്നെയാണ് ഞങ്ങൾ ജിത്തുവിനെ എപ്പോഴും എടുക്കാറുള്ളത്. ഇപ്രാവശ്യം ഇവിടേക്കൊന്ന് വന്ന് നോക്കാം, ഉണ്ടെങ്കിൽ എടുക്കാലോ, നല്ലതുണ്ടെങ്കിൽ എടുക്കാലോ എന്ന് വിചാരിച്ചായിരുന്നു. സുഡിയോനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാക്സിൽ ഫോർമൽസിന്റെ സെലക്ഷൻ കൂടുതലാണ്. പക്ഷെ എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് കിട്ടിയില്ല. ഞാൻ ജിത്തുവിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ. അപ്പോൾ നമുക്കത് കിട്ടിയില്ല, ആ കളർ കിട്ടിയില്ല. ലൈറ്റ് പിങ്കും ഒരു വൈറ്റും എടുക്കണം എന്നായിരുന്നു. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ ലോക്കൽ ഷോപ്പ്, ഇവിടെ നിന്നാണ് എടുക്കാറ്. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത ഷർട്ട്, നല്ല ഭംഗിയുണ്ടല്ലേ, എൻ്റെ സെലക്ഷനാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ജാക്സൺ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഒരു ആവറേജ് ആയിരുന്നു കേട്ടോ, ഫുഡാണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും ആവറേജ് ആണ്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ബാവരച്ചി എന്ന് പറയുന്ന ബിരിയാണിയാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളത് കഴിച്ചു, കൊള്ളാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് വീഡിയോസ് ഇടാൻ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ടാവുള്ളൂ, ഉന്മേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. വീഡിയോസ് എല്ലാം കാണണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.